എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. BSc നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നോക്കാത്തവർ തീർച്ചയായും വെബ്സൈറ്റിൽ കയറി നോക്കേണ്ടതാണ്. ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഇയറിലെ റിസൾട്ടാണ് വന്നിട്ടുള്ളതെന്ന്. 2020 വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ സൈറ്റിൽ കയറി നിങ്ങളുടെ ലോഗിൻ ID വെച്ച് ലോഗിൻ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ എലിജിബിലിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ക്ലർക്കിൻ്റെയും പിന്നെ ട്രേഡ്സ്മാൻ്റെയും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും അതൊന്ന് കണ്ടു നോക്കുക. കൂടാതെ താഴെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആദ്യം നമുക്ക് സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ എന്താണ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. +2 ആണ് ചോദിച്ചിട്ടുള്ളത്. 10+2 ആണ് ചോദിച്ചിട്ടുള്ളത്. +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷും വേണം. ഇംഗ്ലീഷ് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങളെടുത്ത് പഠിച്ചിരിക്കണം. മാത്രമല്ല ഫ്രണ്ട്സ്, ഇതിലെല്ലാ വിഷയത്തിനും കൂടി അഥവാ ടോട്ടലായി 50% കൂടിയുള്ള വിജയം ആവശ്യമാണ്. കൂടാതെ 40% കൂടി ഓരോരു വിഷയവും പാസ്സായിരിക്കണം. അഥവാ നിങ്ങൾക്ക് ഈ ഒരു ശതമാനത്തോടു കൂടിയുള്ള വിജയം ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. BSc ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൽ ബോട്ടണി, സുവോളജി, ബയോസയൻസ്, ഇംഗ്ലീഷ് ഈ വിഷയങ്ങളെടുത്ത് പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ +2-ൽ മേൽപ്പറഞ്ഞ വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടാവണം. BSc ഡിഗ്രി മാത്രം പോരാ, പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ വിഷയങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങൾ പഠിച്ചതിൽ. ഇനി നമുക്ക് ഈ വിഭാഗത്തിൻ്റെ അഥവാ സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും പറയാം. 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട് ഫ്രണ്ട്സ്. പലരും ഇതിൻ്റെ ഇടയ്ക്ക് സംശയം ചോദിച്ചൊരു കാര്യമാണ്, 23 വയസ്സുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും അപേക്ഷിക്കാം. 23 വയസ്സ് വരെയാണ് നമുക്ക് ഏജ് ലിമിറ്റ് കിട്ടുന്നത്. അപ്പോൾ 23ാമത്തെ വയസ്സിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി നമുക്ക് സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡ് എന്താണെന്ന് നോക്കാം. ഹൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 165 സെൻറ്റിമീറ്റർ കാൻഡിഡേറ്റ് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷിക്കുന്ന വ്യക്തി 165 സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം. ചെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 77 സെൻറ്റിമീറ്ററാണ് ചോദിച്ചിട്ടുള്ളത്. 77 സെൻറ്റിമീറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. വെയ്റ്റിൻ്റെ കാര്യം നോക്കിയാൽ 50 കിലോഗ്രാം ഭാരം നിർബന്ധമായി ഉണ്ടായിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, പലരും പല വീഡിയോക്കും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഫ്രണ്ട്സ്, ഇത് സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ കുറിച്ചുള്ള ഒരു എലിജിബിലിറ്റിയുടെ ഒരു വീഡിയോ ആയിരുന്നു. പലരും ഇതിനെക്കുറിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു തരാനുള്ള കാരണം.